അവിടെ ഉണ്ടെന്ന് ട്രാഫിക് പോലീസ് വന്നിട്ട് എൻ്റെ ഈ തമിഴ്നാട് രജിസ്ട്രേഷനും അതേപോലെ തന്നെ കർണാടക രജിസ്ട്രേഷൻ വണ്ടിയുടെ മാത്രം ഫോട്ടോസ് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ടാണ്, അത് തെറ്റാണ്. ഞാനൊന്നും പറഞ്ഞില്ല. മുകളിൽ വണ്ടി പാർക്ക് ചെയ്ത് മൂവി കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ചലാൻ വന്നു. ഇറങ്ങാൻ നേരം നോക്കുമ്പോൾ അടുത്ത മെസ്സേജ് വന്നേക്കുന്നു, അടുത്ത ചലാൻ. ഇതേപോലെ സീബ്ര ക്രോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കംപ്ലയിൻറ്റും ഫൈനും വന്നേക്കുന്നു. അതേസമയം ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് മോളിൽ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. മോളിൽ കിടന്ന വണ്ടി എങ്ങനെ കച്ചേരിപ്പടി സിഗ്നലിലെത്തും? അത് കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഫോട്ടോ ടാമ്പേഡാണ്. കലൂർ സിഗ്നലിൽ വെച്ച് അവർ ഉപയോഗിച്ച സെയിം ഫോട്ടോ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ പോലെ വീണ്ടും അതേ പിക്ചർ ഉപയോഗിച്ച് അടുത്ത ഫൈൻ അടിച്ചേക്കും. നമസ്കാരം. വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരു സ്ഥലത്ത് നിയമലംഘനം കാണിച്ച വാഹനത്തിന് മറ്റൊരു സ്ഥലത്ത് അതേ ചിത്രം ഉപയോഗിച്ച് നിയമലംഘനം കാട്ടി എന്ന് വ്യാജമായ ഒരു ചെല്ലാൻ തയ്യാറാക്കി പിഴ ചുമത്തിയിരിക്കുകയാണ് കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ്. എറണാകുളം വെണ്ണല സ്വദേശിയായ നെറ്റോ തെങ്ങമ്പലിൻ്റെ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിനാണ് ഇത്തരത്തിൽ പോലീസ് വ്യാജമായി നിർമ്മിച്ച ചെല്ലാൻ ഉപയോഗിച്ച് പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ചെല്ലാനിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് നെറ്റോ എറണാകുളം സെൻട്രൽ സ്ക്വയർ മാളിലെ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുകയായിരുന്നു. സിനിമ കണ്ട ടിക്കറ്റും അതുപോലെ അവിടെ പാർക്ക് ചെയ്ത പാർക്കിംഗ് ഫീസ് നൽകിയ റെസീപ്റ്റുമടക്കം എറണാകുളം വെസ്റ്റ് ട്രാഫിക് ACPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? നെറ്റോ തെങ്ങുമ്പള്ളിൽ മറുനാടൊപ്പം ചേരുകയാണ്. ഞാൻ ആക്ച്വലി December 31 ഇന്നലെ ഞാൻ രാവിലെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബേസിക്കലി ഞാൻ ആക്ച്വലി കൊച്ചിയിൽ എനിക്ക് വർക്കുണ്ട്, അത് സെയിം ടൈം ചെന്നൈയിലും വർക്കുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ചെന്നൈ രജിസ്ട്രേഷൻ കാറാണ്. കാരണം എൻ്റെ ഒരുവിധം മെയിൻ വർക്കെല്ലാം ചെന്നൈയിലായതുകൊണ്ട്. അപ്പം ഞാൻ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ പോകുമ്പം ഏകദേശം സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കലൂർ സിഗ്നലിൽ വെച്ച് ഞാൻ ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡ് സിഗ്നലായി. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ നിർത്തണം. അപ്പം എൻ്റെ ഫ്രണ്ടിലൊരു 3 വണ്ടികളുണ്ടായി. ഞാൻ നിർത്തി. പക്ഷേ സിഗ്നലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എൻ്റെ അവിടെയുള്ള സീബ്ര ലൈൻ എന്ന് പറയുന്നത് കുറച്ച് ബാക്കൗട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്താണ് എൻ്റെ വണ്ടി നിന്നിരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ വീണ്ടും ഒരു 3 വണ്ടികളുണ്ടായിരുന്നു. അതിൽ ഒരു വണ്ടി ഒരു ബ്ലൂ കളർ KA രജിസ്ട്രേഷൻ ആയിരുന്നു. പിന്നെ എൻ്റേത് വൈറ്റ് കളർ TN രജിസ്ട്രേഷൻ. വേറെ 2 വണ്ടികൾ കേരള രജിസ്ട്രേഷൻ. അപ്പോൾ അവിടെ ഉണ്ടെന്ന് ട്രാഫിക് പോലീസ് വന്നിട്ട് എൻ്റെ ഈ തമിഴ്നാട് രജിസ്ട്രേഷനും അതേപോലെ തന്നെ കർണാടക രജിസ്ട്രേഷൻ വണ്ടിയുടെ മാത്രം ഫോട്ടോസ് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി സീബ്ര ലൈൻ ക്രോസ് ചെയ്തുകൊണ്ടാണ്, അത് തെറ്റാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ നേരെ അത് കഴിഞ്ഞ് പോയി. ഞാൻ മോളിൽ പാർക്ക് ചെയ്ത് ഏകദേശം 10:01 സംതിങ് ആയപ്പോഴത്തേക്ക് ഞാൻ മോളിലെത്തി. മോളിൽ വണ്ടി പാർക്ക് ചെയ്ത് മൂവി കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ചലാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ, ഞാൻ എൻ്റെ പിഴ അടയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന ഇറങ്ങാൻ നേരം നോക്കുമ്പോൾ അടുത്ത മെസ്സേജ് വന്നേക്കുന്നു, അടുത്ത ചലാൻ എന്താണെന്ന് നോക്കുമ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരമുള്ള കച്ചേരിപ്പടി സിഗ്നലിൽ വെച്ചിട്ട് എൻ്റെ വണ്ടി വീണ്ടും ഒരു 2 hours കഴിഞ്ഞ് 12:51 വീണ്ടും ഇതേപോലെ സീബ്ര ക്രോസിങ് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കംപ്ലയിൻറ്റും ഫൈനും വന്നേക്കുന്നു. അതേസമയം ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് മോളിൽ പാർക്കിംഗ് ലോട്ടിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിനുള്ള എൻ്റെ പാർക്കിംഗ് സ്ലിപ്പ് ഇൻ ടൈമും പ്രോപ്പർ ഔട്ട് ടൈം എല്ലാം രജിസ്റ്റേർഡാണ്. അപ്പോൾ ഇതെങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോളിൽ കിടന്ന വണ്ടി എങ്ങനെ കച്ചേരിപ്പടി സിഗ്നലിലെത്തും? അത് കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഫോട്ടോ ടാമ്പേഡാണ്. ആ ഫോട്ടോയിൽ നോക്കുമ്പം സെയിം ഫോട്ടോ, അതായത് കലൂർ സിഗ്നലിൽ വെച്ച് അവർ ഉപയോഗിച്ച സെയിം ഫോട്ടോ തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയ പോലെ വീണ്ടും അതേ പിക്ചർ ഉപയോഗിച്ച് അടുത്ത് ഫൈൻ അടിച്ചേക്കുന്നു. ഇത് ശരിക്കും ഇതൊരു അന്യസംസ്ഥാന വാഹനം ആയതുകൊണ്ടുള്ള ടാർഗറ്റിംഗ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ വാസ് സർപ്രൈസ്ഡ്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു ഇതെനിക്ക് ഇപ്പോൾ ഇതിൽ ആരോടാണ് കംപ്ലയിൻ്റ് ആണ്. ഞാൻ ACPക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം ഇത് എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്, ഓരോ സംസ്ഥാനത്ത് ജോലികളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കിതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. എന്തായാലും വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ്. ഒരു സ്ഥലത്ത് നിയമലംഘനം നടത്തി, അത് ശരിയാണ്. പക്ഷേ അതേ ചിത്രം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് നിയമലംഘനം നടത്തി എന്ന് കാണിച്ചുകൊണ്ട് വ്യാജമായിട്ടൊരു ചെല്ലാൻ നിർമ്മിക്കുക, അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. എന്തായാലും ട്രാഫിക് വെസ്റ്റ് പോലീസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരക്കണക്കിന് ചെല്ലാനുകൾ ഇങ്ങനെ ഇവർ പിഴ ചുമത്തുന്നതാണ്. അതിനിടയിൽ വന്ന എന്തെങ്കിലും ഒരു പിഴവാകാം, മെഷീനിൽ ചിലപ്പോൾ എറർ സംഭവിച്ചതാവാം എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പരാതിക്കാരന് ഈ സംഭവത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കും, ആ ചെല്ലാൻ ക്യാൻസൽ ചെയ്ത് കൊടുക്കുമെന്നാണ് വെസ്റ്റ് ട്രാഫിക് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പിഴ വരുന്നവർ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ നോക്കുക. ഇത്
നെറ്റോ ആ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഒരു സ്ഥലത്ത് നിന്നും എടുത്ത ചിത്രമാണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായത്. മാത്രമല്ല അദ്ദേഹം ആ സമയത്ത് അതുവഴി പോയിട്ടുമില്ലായിരുന്നു. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.